ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം ചെറിയൊരു റീഡിങ്. കുറച്ച് ദിവസമായിട്ട് റീഡിംഗ് ഒന്നും ഇടാതെ ഇരിക്കുകയാണ്, കാരണം ആയിരുന്നു. പനി കുറഞ്ഞെങ്കിലും ശബ്ദം വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്, ചുമയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് റീഡിങ് എടുക്കാൻ എനിക്കൊരു മടിയായി. കാരണം വെച്ചാൽ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ചുമ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ റീഡിങ് കൂടുതൽ പറയാൻ പറ്റില്ല, ഇത് ഷോർട്ടാണ്. ഓക്കെ, അപ്പം നമുക്കിന്ന് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്, ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ വർഷം 2026 നമുക്ക് എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ. 2025 വളരെയധികം ട്രോമയിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട്, ഈ ഞാനടക്കം. അപ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ഈ വർഷം എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസ്പെരിറ്റി അല്ലേ? എല്ലാ സമ്പത്തും ധനവും ഐശ്വര്യങ്ങളും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണിക്കുന്നത്. ടൈം നമ്മൾ ചോദിച്ചിട്ടല്ല, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ അതിൻ്റെ കണ്ടു തുടങ്ങാൻ കഴിയും എന്നാണ്. കണ്ടു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു തുടങ്ങും. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കൂ. 2026 നിറയെ നമുക്ക് പ്രോസ്പെരിറ്റീസ് കൊണ്ടുവരട്ടെ, അബണ്ടൻസ് കൊണ്ടുവരട്ടെ, സന്തോഷങ്ങൾ കൊണ്ടുവരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. കരിയർ, ഫിനാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലവ് റിലേഷൻ, എല്ലാം ഭംഗിയാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.